കോളേജിലാണ് പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. സരിത ഇരിക്കൂ. ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സരിത ഇരിക്കൂ. സാരമില്ല. എനിക്കെന്നും സരളയോടുള്ള സ്നേഹം സരിതയോട് ഉണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല് ആ, ഇനി കാപ്പി കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പി കുടിക്കാം. ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹം ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഇറക്കി വിടണവളെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. വിടാനാ പറഞ്ഞത്? ഇല്ലെങ്കിലോ? പോയിക്കോളൂ. നീ ഇനി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന
ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിന് വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്കും. നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടൻ മാസ്റ്റർ മകളെ നമുക്കൊന്ന് ആലോചിക്കാം. നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവുമുണ്ട്, വേണ്ടുവോളം സ്വത്തുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാമ്പറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാടൻ മാസ്റ്റർ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കണം. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്ക് ആവശ്യമില്ല. ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലമുനിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കെട്ടിൽ താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ജെയിംസ് എന്തിനാ ഈ നിലയിലൂടെ വന്നത്? പോകൂ പ്ലീസ്. സരിതേ, സരിതയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഇവിടുന്ന് പോകൂ. സരിതേ, എനിക്കതാ തണ്ടി. ഇനി മേലിൽ നിന്നെ ഇവിടെ കാണും കണ്ടാൽ അടിച്ചു നിന്ന് എല്ലി ഞാൻ ഒടിക്കും. ഇവനല്ലേടി നിന്റെ കഥാനായകൻ. ഇവനെയൊക്കെ അങ്ങ് വലി വെച്ചിട്ടാ മതി. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കേട്ടോ. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെല്ലാം അടച്ചുപൂട്ടി എങ്ങനെയാ ചന്ദ്ര വരുന്നത്? എന്നാൽ ആ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ. ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നത് അനുസരിച്ചാ നിങ്ങൾക്കാ നല്ലത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമൊന്നും വേണ്ട. വടി നമുക്ക് പോ. ഇവിടെ നിന്നും ഏത് വിധേയനും രക്ഷപ്പെടുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം.